തിരഞ്ഞെടുപ്പിനോട് അടുക്കുകയാണ് കേരളം. ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഗ്ലാമർ മത്സരം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് ഇനി വടകര. വടകര എന്നാൽ കേൾക്കുമ്പോൾ തന്നെ ത്രസിപ്പിക്കുകയാണ്. വടകര എന്ന് പറയുമ്പോൾ ഷാഫിയും ടീച്ചറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം മാറുന്നത് മുതൽ ഷാഫി പറമ്പിൽ അവിടേക്ക് നാടകീയമായി വരുമ്പോൾ മുതൽ ആദ്യത്തെ ദിവസത്തെ പ്രചാരണം, ആളുകളുടെ ബാഹുല്യം മുതൽ ശൈലജ ടീച്ചർ അവിടെ നടത്തിയ പേരാമ്പ്രയിലെ ഒരു പ്രചാരണ യോഗത്തിലെ ആളുകളുടെ വലിയ തിരക്കടക്കം, എന്തൊക്കെ കാര്യങ്ങൾ അതിനുശേഷം സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോഴും വടകരയാണ് ഊന്നി പറയുന്നത്. ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയാം. ഇത്തവണത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം, ഏറ്റവും ആവേശകരമായ രാഷ്ട്രീയ പോരാട്ടം, അതും LDF UDF നേരിട്ടുള്ള പോരാട്ടം നടക്കുന്നത് വടകരയാണ്. മാത്രമല്ല ഈ രണ്ട് സ്ഥാനാർത്ഥികളും അത്രത്തോളം കരുത്തരുമാണ്. ഷാഫി പറമ്പിൽ, KK ശൈലജ, പ്രഫുൽ കൃഷ്ണ. ഷാഫി പറമ്പിൽ നിലവിൽ MLA, KK ശൈലജ നിലവിൽ MLA, മുൻ മന്ത്രി പ്രഫുൽ കൃഷ്ണ അവരുടെ യുവമുഖം. ഒരുപക്ഷെ BJP കൺസിസ്റ്റന്റ് ആയി ഒരു നിശ്ചിത വോട്ട് മാത്രം പിടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് 7% മാത്രം UDF LDF മത്സരം തീപാറുന്ന പോരാട്ടം നടക്കുന്ന വടകരയിൽ ഷാഫി പറമ്പിലും KK ശൈലജയും. മുരളീധരൻ ആയിരുന്നു എങ്കിൽ പോലും ഇത്രയേറെ കടുത്ത മത്സരം അവിടെ ഉണ്ടാകുമായിരുന്നോ എന്നത് സംശയമാണ്. ഷാഫി വന്നങ്ങ് കളം പിടിക്കുന്ന ഷാഫി പറമ്പിൽ വന്നതാണ് ഈ ഇലക്ഷന്റെ ഗെയിം ചേഞ്ചറായി മാറിയത്. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ എൻട്രിയോടുകൂടിയാണ് മത്സരം ഈ തരത്തിൽ കടുത്തത്. അതിന് പല മാനങ്ങളുണ്ട്. രണ്ട് കൂട്ടർക്കും തോറ്റു കൊടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് വടകരയിൽ. ഏതാണ്ട് 5.25 ലക്ഷം വോട്ടാണ് പിടിച്ചത്. 4.5 ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ LDF പിടിച്ചത്. 80,000 വോട്ടുകളിലേക്ക് BJP ഒതുങ്ങുന്ന കാഴ്ച കണ്ടു, ഏതാണ്ട് 10% താഴെ. പക്ഷെ ആ വോട്ടുകൾ ഇത്തവണ പ്രഫുലിന് കിട്ടുമോ, അത് അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന സ്പ്ലിറ്റ് ആർക്ക് അനുകൂലമായിരിക്കുമെന്ന നിലപാടൊക്കെ വളരെ പ്രധാനമാണ്. മുരളീധരന് BJP വോട്ട് കിട്ടിയിരുന്നു. പക്ഷെ ആ മുരളീധരൻ ഇവിടെ നേമത്ത് വന്നു നിന്ന് BJPയുടെ പരാജയത്തിന് പ്രധാന കാരണമായതുകൊണ്ട് തന്നെ അവിടെ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകും. മുരളീധരൻ അവിടെ നിന്നാൽ എന്നൊക്കെയുള്ള വിധിയെഴുത്തൊക്കെ അതൊക്കെ പരിഗണിച്ചാണ് ഈ പറയുന്ന തൃശ്ശൂരിലേക്ക് പ്രധാനമാണ്. വടകരയിൽ മാത്രമല്ല ഷാഫിയുടെ ഈ കാൻഡിഡേറ്റ്ഷിപ്പ് ഇമ്പാക്ട് ഉണ്ടാക്കിയത്. അത് ഉത്തര കേരളത്തിലാകെ, വടക്കൻ മലബാറിൽ ആകെ ഇളക്കമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എങ്ങനെ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ്. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് ഈ ഷാഫിയുടെ കാൻഡിഡേറ്റ്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കമ്മ്യൂണൽ സ്വഭാവം കൊണ്ടുവരുന്നു എന്ന് ദയവായി ആരും തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല. ലീഗ് 3ാമതൊരു സീറ്റ് ചോദിക്കുന്നു. ലീഗിന്റെ അണികളിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. UDF കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട പരിഗണന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നില്ല. ഈ വലിയ വികാരം ഉണ്ടായിരുന്നു. ഈ വികാരങ്ങളെ മറികടക്കാൻ കഴിഞ്ഞു ഷാഫിയുടെ വരവോടുകൂടി. എന്താണ് കോൺഗ്രസും UDF ക്യാമ്പിൽ മലബാർ മേഖലയിൽ ആകെ തന്നെ ഇത്തവണത്തെ ഒരു ഗെയിം ചേഞ്ചറായി വന്നിട്ടുള്ള ഒരു ഘടകം ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതെ, പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകർ CAക്കെതിരെ പോരാടുന്ന പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ തന്നെയുള്ള ഇടതുമുഖമായാണ് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു. ഷാഫിയുടെ വരവോടുകൂടിയാണ് കോഴിക്കോട് അടക്കമുള്ള ഇടത്ത് കുറെ കൂടി ആത്മവിശ്വാസത്തോടെ UDF പ്രചാരണത്തിൽ മുന്നോട്ട് പോയത്. 84,000-ൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ. 84,663 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ P ജയരാജൻ എന്ന ഹെവി വെയിറ്റിനെ K മുരളീധരൻ പരാജയപ്പെടുത്തിയത്. അങ്ങനെ 84,000 വോട്ടിന് വിജയിച്ച മുരളീധരനെ മാറ്റിയിട്ടാണ് അവിടേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നത്. അതിൽ കൃത്യമായ ഉന്നങ്ങൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ബാലൻസിംഗ് ഉണ്ടായിരുന്നു. അതിൽ UDF, നമ്മൾ ഈ നിമിഷം പറഞ്ഞാൽ അതിൽ UDF ഇതിനോടകം തന്നെ അക്കാര്യത്തിൽ അവരെന്താണോ ലക്ഷ്യം വെച്ചത് അത് നേടിയിട്ടുണ്ട്. അത് ഇലക്ഷന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. പ്രചാരണത്തെ കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുന്നത് KK ശൈലജയ്ക്ക് രാഷ്ട്രീയാതീതമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ശൈലജ ടീച്ചർ കേരളത്തിന്റെ ഒരു വികാരമാണ് എന്നുള്ള, അതായത് ഏത് ശക്തമായ രാഷ്ട്രീയ പ്രചാരണത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു കാരിസ്മ അവർക്കുണ്ട് എന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര എന്ന് പറഞ്ഞാൽ പണ്ട് ഇടതുമുന്നണി ആദ്യം ജയിക്കുന്ന മണ്ഡലമായിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എടുക്കൂ, അതായത് പുതിയ വടകര രൂപം കൊണ്ടതിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പിലും 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 2014 വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 2019 K മുരളീധരൻ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. 2014 ഭൂരിപക്ഷം 3000 ഷംസീറുമായി മത്സരം നടന്ന സമയത്താണ് വളരെ വോട്ട് വളരെ നിർണായകമാണ്. കാരണം അതാണ് അവിടുത്തെ കോമ്പറ്റീഷൻ, അതാണ് അവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വേവ് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിർണായകമായിരുന്നു. K മുരളീധരന് കിട്ടാൻ കഴിയുന്ന BJP വോട്ടുകൾ, ഇതൊക്കെ ഈ 3000 വോട്ടിന്റെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിൽ നിന്നുകൊണ്ടാണ് ഷാഫിയും KK ശൈലജയും മത്സരിക്കുന്നതെങ്കിൽ ഇഞ്ചോടിഞ്ച് ആവേശ പോരാട്ടം വടകരയിൽ നമുക്ക് കാണാൻ ആവേശ പോരാട്ടം തന്നെയാണ്. പോരാട്ടത്തിന്റെ ചൂടും ചൂരും എത്രത്തോളം ഉണ്ട് ഈ അവസാന മണിക്കൂറിൽ എന്നറിയാൻ റിപ്പോർട്ടർമാരിലേക്ക് പോവാം.
റിജിലുണ്ട്, ഒപ്പം രാഹുൽ KV യും ഉണ്ട്. ആദ്യം റിജിലേക്ക് അല്ലേ? ആദ്യം റിജിലേക്ക്. റിജില് വോട്ട് ചെയ്യുന്ന മണ്ഡലമാണല്ലോ വടകര. ഇത്തവണ പ്രവചനാതീതമായ മത്സരം, അപ്രവചനീയമായ പല ഘടകങ്ങൾ. റിജിൽ എന്താണ് കാണുന്നത്? ഈ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയൊക്കെ കാണില്ലേ നമ്മൾ, അതേ ഒരു മൂഡിലാണ് ശരിക്കും വടകരക്കാരുള്ളത്. അതിന് കാരണങ്ങൾ പലതാണ്. ഇപ്പം മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം വെല്ലുന്ന രാപ്പകൽ വ്യത്യാസമില്ലാത്തൊരു ഹൈ വോൾട്ടേജ് പ്രചാരണം ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഏത് മണ്ഡലത്തിലും പ്രസന്റബിൾ ആയിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ 2 MLA-മാർ നേർക്കുനേർ വരികയാണ്. അങ്ങനെ ജനസ്വാധീനം, അതായത് പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നിട്ടുള്ള ജനസ്വാധീനമുള്ള 2 നേതാക്കൾ മുഖാമുഖം വരുമ്പോഴുള്ള ചൂടും ചൂരും ഒക്കെ ആ മണ്ഡലത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്കും സോഷ്യലിസ്റ്റുകൾക്കുമെല്ലാം വളരെ വേരോട്ടമുള്ള ഒരു മണ്ണായിരുന്നു. പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ട് വടകരയിൽ കര തൊടാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും ജനപ്രിയ മുഖങ്ങളിൽ ഒരാളായിട്ട് തന്നെയുള്ള ശൈലജ ടീച്ചറെ ആ മണ്ഡലത്തിലേക്ക് LDF ഇറക്കുന്നത്. അതിലൂടെ തന്നെ അവർ ലക്ഷ്യമിടുന്നത് വലിയൊരു വ്യത്യാസത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതത്ര എളുപ്പമല്ലാതായി തീർന്നത് ഷാഫിയുടെ വരവോടുകൂടി തന്നെയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡു ഓർ ഡൈ മാച്ച് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കണം. അതിന് എല്ലാ രീതിയിലുള്ള പ്രചാരണ സാമഗ്രികളും അവർ കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വളരെ വൈകാരികമായ വിഷയങ്ങൾ തുടക്കത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം അതായത് ശൈലജ ടീച്ചറെ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നു. അതിനുശേഷം പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നു. ഇത് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ CPM-ന്റെ ഘടകങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായ ശ്രമം എന്ന രീതിയിൽ UDF വ്യാഖ്യാനിക്കുന്നു. അതിന് പിന്നാലെ സമാധാന യാത്ര നടത്തുന്നു ഷാഫി. അതിനെ പ്രതിരോധിക്കാൻ നിലവിൽ ഈ പറയുന്ന ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ പാർട്ടിയുടെ സംഘടനാശേഷി അപ്പാടെ വടകരയിലേക്ക് ഇറങ്ങുന്നുണ്ടോ? മധു, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ടീച്ചറമ്മ എന്നൊരു ടാഗ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം LDF ആദ്യഘട്ടം മുതൽ നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം വോട്ടാകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ചില വൈകാരികമായ കാര്യങ്ങളുണ്ട്. അതായത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ തന്നെ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശം ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ സൂപ്പിക്കടയാണ്. അവിടെ അടക്കം തുടക്കഘട്ടത്തിൽ പ്രചാരണത്തിന് ശൈലജ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട്. ലിനി എന്ന് പറഞ്ഞ സിസ്റ്റർ ലിനിയുടെ വീട്ടിൽ പോയി അവരുടെ മക്കളെ കാണുന്നു. ആ രീതിയിലൊരു വൈകാരികമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ടീച്ചറമ്മ എന്നുള്ള ഒരു ടാഗ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടക്കത്തിൽ നടത്തി. പക്ഷേ ഷാഫി പറമ്പിൽ കളത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് പാനൂർ ബോംബ് സ്ഫോടനം വന്നപ്പോൾ അക്രമ രാഷ്ട്രീയം, അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും P ജയരാജനെതിരെ കണ്ടതും അതിനു മുൻപ് AN ഷംസീറിനെതിരെയും വലിയ രീതിയിൽ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരന്റെ വധം ഉൾപ്പെടെ ചർച്ചയാക്കി സജീവമാക്കി നിർത്താൻ UDF-ന് കഴിഞ്ഞിരുന്നു. പക്ഷേ KK ശൈലജ ടീച്ചറിലേക്ക് നേരിട്ട് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു മുന നീട്ടാൻ UDF-ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിലാണ് പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. അത് കൃത്യമായ രീതിയിൽ ചർച്ചയാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. TP വധം, പാനൂർ ബോംബ്, UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഈ വൈകാരിക ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങൾ. രാഹുൽ, അതിനിടയിലാണല്ലോ ഈ വല്ലാത്ത സൈബർ ആക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നത്. മോർഫ് ചെയ്ത ദൃശ്യങ്ങളുണ്ട്, അതല്ല ദൃശ്യമല്ല, അതൊരു ചിത്രമാണ് എന്ന് പിന്നീട് തിരുത്തു വരുന്നു. എങ്ങനെയാണ് ഈ വിഷയങ്ങൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? അത് വലിയൊരു ചർച്ചയാണോ? രതീഷ്, മറ്റ് മണ്ഡലങ്ങളിൽ ഇല്ലാത്ത പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അത് വടകരയിൽ വലിയ സ്വാധീനമുണ്ടാക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനമാണ്. അതിൽ അറസ്റ്റിലായവർ ഒന്നുകിൽ DYFI പ്രവർത്തകർ അല്ലെങ്കിൽ അനുഭാവികളാണ്. പാർട്ടി ഏതൊക്കെ വിധത്തിൽ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ അറസ്റ്റിലായവരൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഈ പാനൂർ ബോംബ് സ്ഫോടനം ഒരു പ്രാദേശിക വിഷയമായി KK ശൈലജ തന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയോട് വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ സൈബർ ആക്രമണം എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ പ്രചരണത്തിന്റെ കളർ മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും അവസാന ലാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി 2 മുന്നണികളും ഉയർത്തിക്കാട്ടുന്നത് ഈ സൈബർ ആക്രമണം തന്നെയാണ്. അത് തുടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും അല്ല, കഴിഞ്ഞ മാസം എന്നവണ്ണം തന്നെ അത് തുടങ്ങിയതാണ്. ഇടതുപക്ഷം അത് പരാതിയായി തന്നെ മുന്നോട്ട് പോയതുമാണ്. പക്ഷേ അതിനുശേഷവും സൈബർ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടർന്നു. അതിവൈകാരികമായാണ് ഒരു ഘട്ടത്തിൽ KK ശൈലജ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായത്. എന്തായാലും UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഇത് സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. സൈബർ ആക്രമണം വടകരയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലിറങ്ങി എന്നത് തിരഞ്ഞെടുപ്പിൽ
ശേഷമാണ് അത് ബോധ്യപ്പെടുക. എന്തുതന്നെയായാലും അത് വലിയ വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ, വീഡിയോകളുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു. പിന്നീട് അത് പിൻവലിച്ചു. അപ്പോൾ സ്ഥാനാർത്ഥി മറുകണ്ഠം ചാടി നേരെ പിന്നോട്ടടിച്ചു എന്ന രീതിയിലായി UDF അതൊരു ആയുധമായി തന്നെ, അതായത് വീഡിയോ ഇല്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതിനെ ഒരു ആയുധമായി UDF പിന്നീട് അത് എടുക്കുകയും ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയുമൊക്കെ ചെയ്തിരുന്നത്. ഇതുതന്നെയായാലും വലിയ വിഷയങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്ത വിഷയങ്ങൾ. അതിനോടൊപ്പം ഈ സൈബർ ആക്രമണം എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത വിധത്തിൽ അങ്ങേയറ്റം മോശമായ നിലയ്ക്കുള്ള സൈബർ പ്രചരണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇടമാണ് വടകര. ഇന്നലെ ഒരു DYFI പ്രവർത്തകനെ കമ്മ്യൂണലായ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ശൈലജ ടീച്ചർ മോർഫിറ്റ് ചെയ്ത വീഡിയോ എന്നുള്ളതിനപ്പുറത്ത് നേരിട്ടിട്ടുള്ള നിരവധി വ്യാജ പ്രചരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ പ്രവാചക നിന്ദ നടത്തി എന്ന ഒരു വീഡിയോ ഉണ്ടാക്കി കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച് പ്രചരിപ്പിക്കുക. ഇത് ആര് പ്രചരിപ്പിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സ്ഥാനാർത്ഥി അറിഞ്ഞോ അല്ലെങ്കിൽ മുന്നണി അറിഞ്ഞോ എന്നൊക്കെ ഉള്ളത് അവരുടെ ആരോപണം മാത്രമാണ്. ഇവർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാതൃഭൂമിയുടെ പേരിൽ ഒരു കാർഡ് പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ ഇവർ മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞു എന്ന്, ഇങ്ങനെ ഈ തരത്തിലുള്ള വ്യാജങ്ങൾക്കിരയായിട്ടുണ്ട് ശൈലജ ടീച്ചർ എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ ഇന്നലെ ഏഷ്യാനെറ്റ് ഇട്ട ഒരു വീഡിയോയുടെ അടിയിൽ പോലും ഇവർ അധിക്ഷേപങ്ങൾ നേരിടുന്നു. ഒരു സ്ത്രീ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നേരിടാൻ പാടില്ലാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മറുവശത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ഇന്നലെ ഒരു DYFI പ്രവർത്തകൻ, ഒരു ഭാരവാഹി തന്നെ ഈ കാര്യത്തിൽ കേസിൽ. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ വാർ ഉൾപ്പെടെ നടന്ന പ്രചാരണമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വടകരയിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അവസാന ലാപ്പിൽ ആര് ഓടിക്കേറും, അതോ ആരെങ്കിലും ബഹുദൂരം പിന്നിലാക്കി ആരെങ്കിലും വളരെ ഭൂരിപക്ഷത്തിൽ ഓടിക്കേറും? നമുക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നൊന്ന് സ്ക്രീനിൽ കണ്ടുവരാം. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സൈബർ അതിക്രമം, ശൈലജയുടെ ഇമേജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഷാഫിയുടെ കാർഡ് ഇളക്കിയുള്ള പ്രചരണം, അടിയൊഴുക്കുകൾ, ഇതെല്ലാം നിർണായകമാണ്. വടകര എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തെ പോലെയുമല്ല, വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇന്ന് മാത്രമല്ല, നോക്കൂ, ഈ പുതിയ 2009 മുമ്പ് വടകരയിലേക്ക് മത്സരിക്കാൻ വരാൻ തന്നെ UDF സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ നിരവധി തവണ ജയിച്ചതിന് ശേഷം അതൊരു വലിയ ചരിത്രം, അതുകൂടി പറയാതെ പോകരുത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ 1970 മുതൽ തുടർച്ചയായി 96-ലാണ് അദ്ദേഹം അവസാനത്തെ മത്സരം, അതൊന്ന് പരാജയപ്പെട്ടു. UDF-ൽ നിന്നിട്ടാണ് KP ഉണ്ണികൃഷ്ണൻ പരാജയപ്പെടുന്നത്. അതുവരെ സോഷ്യലിസ്റ്റുകളുടെ മണ്ഡലമായിരുന്നു. O ഭരതൻ, AK പ്രേമജം, P സതീദേവി, അങ്ങനെ നമുക്ക് 90-കൾക്ക് ശേഷം നിരവധി CPM MP-മാരെ കാണാം. പക്ഷേ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ കഴിയില്ല. വടകരയിൽ RMPയുടെ ഒരു സ്വാധീനത്തെ ടെസ്റ്റ് ചെയ്യുന്ന, RMPയുടെ ആ വോട്ട് ബാങ്ക്, ഒരിടത്തേക്കും മാറാത്ത വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ UDF-ലേക്ക് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതടക്കം ഒരിടത്തേക്കും മാറാത്ത ഇടത് വോട്ട് ബാങ്ക് ആണ്. ആ ഇടത് വോട്ട് ബാങ്ക് ആണ് UDF 20,000-25,000 വോട്ട്. അതായത് 2009-ലാണ് TP ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കുന്നത് വടകരയിൽ. അന്ന് മുതലാണ് പരാജയപ്പെട്ട് തുടങ്ങുന്നത്, LDF-ന്റെ തോൽവി തുടങ്ങുന്നതും ഈ പറഞ്ഞ 2009. അതെ, അതിനുശേഷം ആ 2009-ലെ അദ്ദേഹത്തിന്റെ മത്സരമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും TP വിമതനായതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മരണവും നടന്നു, അദ്ദേഹത്തിന്റെ കൊലപാതകവും നടന്നു. ഇതിനുശേഷം അവിടെ ഒരു തവണ പോലും LDF ജയിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. നിയമസഭയിലേക്ക് ജയിക്കുന്നുണ്ട്, ലോക്സഭയിൽ. സോഷ്യലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞോളൂ, നമ്മൾ ഇപ്പോൾ പോയാലും മുഞ്ചിത്ത് പോയാലും ഏറാമലയിൽ പോയാലും വെള്ളികുളങ്ങര പോയാലും എവിടെ പോയാലും നമുക്ക് പ്രായമായ ആളുകളെ, ഞാൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയുന്ന അമ്മമാരെ അടക്കം, തൊഴിലാളി, അവിടെ കർഷക തൊഴിലാളികളായ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അടക്കം കാണാൻ കേരളത്തിൽ ഒരുപക്ഷെ ഒരിടത്തും ഈ സോഷ്യലിസ്റ്റ് സ്വാധീനം അവസാനിച്ചിട്ടില്ലാത്ത അങ്ങനെ വളരെ സങ്കീർണമായ, വളരെ അധികം രാഷ്ട്രീയ ചേരുവകളുള്ള വടകരയിലെ രാഷ്ട്രീയ വിധിയെഴുത്ത് എന്താണ് എന്ന് അറിയേണ്ടതാണ്. ഇന്നിപ്പോ കുട്ടിക്കലാശമാണ്. എത്രത്തോളം വലിയ ആവേശമായിരിക്കും അല്ലേ? കേരളം കാണുന്ന ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലെ കുട്ടിക്കലാശത്തിന്റെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർ കാണേണ്ടത്. ആരോഗ്യകരമാകട്ടെ എന്ന് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? സ്ഥാനാർത്ഥികൾ പറയട്ടെ. UDF സ്ഥാനാർത്ഥി നമുക്കിപ്പം ഉണ്ട്. ഷാഫിക നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രചാരണം ഇപ്പോൾ അവസാന ലാപ്പിൽ? അത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഒരു ബ്ലൂപ്പറോ അല്ലെങ്കിൽ ഒരു വൺ ടൈം ഏർപ്പാടായിരുന്നില്ല. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് ഓരോ തലത്തിലും കിട്ടി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല, ഒട്ടും അഹങ്കാരമില്ലാത്ത ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. രണ്ട് സർക്കാരുകളുടെയും ജനവിരുദ്ധത, പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, ക്ഷേമനിധികളും ഇല്ല, ലംസം ഗ്രാൻഡും ഇല്ല, RC ബുക്കും ഇല്ല. അപ്പുറത്താണെങ്കിൽ 40 രൂപക്ക് പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, 400 രൂപക്ക് ഗ്യാസും ഇല്ല, സാധാരണക്കാർക്ക് പ്രത്യേകിച്ചൊരു ഉപകാരവും ഇല്ല. അപ്പോൾ അതൊക്കെ ജനങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം.
അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തും ഉണ്ടാവും. ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വടകര ജയിക്കും. എങ്ങനെയാണ് ഇപ്പൊ ടീച്ചർക്ക് എന്താണ് അവസാന ലാപ്പാവും തോന്നുന്നത്? തീർച്ചയായിട്ടും അതിൽ ഈ ആവേശം വോട്ടായിട്ട് മാറുന്നില്ല തന്നെയാണ്. കാരണം ആവേശം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹപ്രകടനമാണ്. ഈ സൈബർ ബുള്ളിങ് ഒക്കെ അല്ല, അത് ഞാനങ്ങനെ ഒരു ആരോപണം കേട്ട അപ്പാട് ദുർബലയായി പോകുന്ന ആളൊന്നുമല്ല. അതിൻ്റെ ഒരു തെറ്റ് ജനങ്ങളെ ശരി ഓക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ഇതിനിടയിലാണ് ഈ പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് കഴിഞ്ഞു. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി വടകരയുടെ ശബ്ദമായി എൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ വരും. അത് ഈ രാജ്യത്തെ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവർ വലിയ പിന്തുണ നൽകുമെന്ന് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ട് അവസാന ആവേശം? എങ്ങനെയുണ്ട്? വടകരക്കാരെന്ത് പറയുന്നു? നമുക്ക് വലിയ ആവേശത്തിലാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ച് വടകരക്കാരനായ എനിക്ക് വടകരയുടെ പ്രയാസങ്ങളെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വടകരക്കാരൻ തന്നെ ജയിച്ചു വരണമെന്ന് വടകരക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.